Hello students, in this class we study about the medium temperature systems. So medium temperature solar thermal system. So here the temperature ranges above 100 degrees centigrade, and that is in the terms of 250 to 500 degrees Celsius. We are using parabolic through concentrating collector is being used. Parabolic through concentrating collector is being used, and we are having here a receiver. So in the receiver, inside the receiver, a liquid will flow, and this liquid will get heated up once the sunlight is reflected back and is being concentrated here. അതായത് സൺലൈറ്റ് വന്ന് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്ത് എൻറ്റയർ സൺറൈസിൻ്റെ ഫുൾ ആ ലൈറ്റ് മുഴുവൻ അതെവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ റിസീവറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം എന്ത് ചെയ്യാം, ഇവിടെ ഒരു കോൾഡ് ലിക്വിഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഹോട്ട് ലിക്വിഡ് ആയിരിക്കും. സോ നൗ വി സീ ഇൻ ഡീറ്റെയിൽ, ആൻഡ് സെയിം തിങ്, this one is the parabolic through, and here we are connecting the ammonium dissociation at 700 degrees centigrade focus of solar concentrating collector. So here the entire solar energy, solar rays are being concentrated here, and inside we are having the ammonia. So why we are using ammonia? Ammonia is having least boiling point. Is having the least boiling point nearer to 20 degrees centigrade. It will boil and it will convert into steam. So here we can see here the liquid ammonia. So liquid ammonia is being pumped here, and next one, and here we are getting the heated ammonia, H2N gas, HN gas. We are getting the ammonium gas is being here. So this ammonium gas is of heated ammonium gas is being pumped to the heat exchanger, and in the heat exchanger ammonia synthesis produces large quantity of heat which generates steam. So here this ammonia produces large quantities of heat which produces the steam here. Steam means, and once if you are see it consists of a heat exchanger. In this heat exchanger, the cold water is being supplied to the ammonia in the side of the ammonia, and this cold water is being supplied to here, and this cold water absorbs the heat from the heated ammonia, that is gaseous ammonia. So the heat from the അതായത് അമോണിയ ഹീറ്റ് സ്റ്റീമിലേക്ക്, അതായത് വാട്ടറിലേക്ക് അബ്സോർബ് ചെയ്യും. ആ വാട്ടർ അമോണിയ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്തു, വാട്ടർ സ്റ്റീമായിട്ട് കൺവേർട്ടായി. അങ്ങനെ വാട്ടർ സ്റ്റീമായിട്ട് കൺവേർട്ട് ആവുന്നതാണ് ഇത്. സോ ഇതെന്താണ്, ഇത് ലിക്വിഡ് അമോണിയ ഉണ്ടാവും. ഈ ലിക്വിഡ് അമോണിയ ഡയറക്റ്റായിട്ട് പമ്പ് ചെയ്തിപ്പോൾ അമോണിയ ഡിസോസിയേഷൻ ഉണ്ട്, 700 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ വരും. ആ 700 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിന്ന് ഇത് ഹീറ്റ് എക്സ്ചേഞ്ചർ ത്രൂ ഡയറക്റ്റ് ഒരു അമോണിയ ഗ്യാസ് ആയിട്ട് കിട്ടി. സോ ഓക്കെ, ലിക്വിഡ് അമോണിയ ഇതിലേക്ക് പോയി അത് ഗ്യാഷ്യസ് അമോണിയ ആയിട്ട് കിട്ടി. പിന്നെ ഈ ഗ്യാഷ്യസ് അമോണിയ ഡയറക്റ്റ് ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഇവിടെ നമ്മൾ സ്റ്റീം സപ്ലൈ ഇവിടെ നമ്മൾ ഒരു വാട്ടർ സപ്ലൈ ചെയ്യും. ഈ നീല കളറുള്ളതാണ് വാട്ടർ. ഈ വാട്ടർ സപ്ലൈ ചെയ്തിട്ട് ആ വാട്ടർ എന്ത് ചെയ്യും, നിങ്ങളെ ഈ സ്റ്റീം അമോണിയ ഇല്ലേ, വേപ്പർ അമോണിയയിലെ ഹീറ്റ് എന്ത് ചെയ്തു, ഈ വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് അത് സ്റ്റീമായിട്ട് മാറി. പിന്നെ സ്റ്റീമായിട്ട് വരുമ്പോൾ സ്റ്റീം നമ്മൾ എവിടെ ചെയ്ത് സ്റ്റീം ടർബൈനിലേക്ക് കൊടുത്തു. സോ ഇവിടെ 2 ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്. ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വെച്ചാൽ അങ്ങനെ ഇത് എന്ത് ചെയ്തു, ഈ ലിക്വിഡ് ആ ഒരു വേപ്പർ അമോണിയ ലിക്വിഡ് അമോണിയ ആയിട്ട് മാറിയിട്ട് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് വന്നു. അതായത് ഇതിൻ്റെ ഹീറ്റ് ലോസ് ചെയ്തു. ഈ ഗ്യാഷസ് ഈ ഹീറ്റഡ് അമോണിയ മുകളിലോട്ട് പോയിട്ട് അത് ആ ഹീറ്റഡ് അമോണിയെന്ന്, അതായത് വേപ്പർ അമോണിയെന്ന് ഇല്ല ഹീറ്റ് വാട്ടർ അബ്സോർബ് ചെയ്ത പാട് അതെന്തായി മാറി, അത് സ്റ്റീമായിട്ട് മാറി. പിന്നെ അത് ഈ വേപ്പർ അമോണിയ ഹീറ്റ് ലോസ് ചെയ്തിട്ടില്ലേ, വേപ്പർ നിങ്ങൾ കണ്ടൻസ് ചെയ്താൽ എന്താ സംഭവിക്കുക, അത് ലിക്വിഡായിട്ട് മാറും അല്ലേ. സോ അത് ലിക്വിഡായിട്ട് മാറി അത് ഡയറക്റ്റ് ലിക്വിഡ് അമോണിയ ആയിട്ട് വന്നു. ഓക്കെ, സോ
So they consist of parabolic cylindrical type reflector to concentrate sunlight on a collecting pipe. Proper sun tracking arrangement is made so that maximum sunlight is focused on the observer. അതായത് ഒരു സൺ ട്രാക്കിംഗ് സിസ്റ്റം ചെയ്യണം. അപ്പോൾ എല്ലാ സമയത്തും സൺ എവിടെയൊക്കെയാണ് മൂവ്മെൻറ്റ്, സണ്ണിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ആ ഒരു പാരാബോളിക് ത്രൂ നമുക്ക് അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ദി ഹൈ ടെമ്പറേച്ചർ സിസ്റ്റം. നോക്കാം, ഇതൊരു ഹൈ ടെമ്പറേച്ചർ സോളാർ തെർമൽ ഇലക്ട്രിക് സിസ്റ്റമാണ്. അതായത് സോളാർ തെർമൽ ഇലക്ട്രിക് സിസ്റ്റം പറഞ്ഞാൽ എന്താ വെച്ചാൽ സോളാർ എനർജി കൊണ്ട് ഒരു തെർമൽ എനർജി ഉണ്ടാക്കും, അതായത് ഒരു ഹീറ്റ് എനർജി ഉണ്ടാക്കും. ആ ഹീറ്റ് എനർജീനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, ഒരു സ്റ്റീം ടർബൈൻ റൺ ചെയ്യിക്കും. ഒരു സ്റ്റീം ടർബൈൻ റൺ ചെയ്തിട്ട് അവിടുന്ന് ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു. അതായത് സോളാർ എനർജിന്ന് വരുന്ന ആ ഒരു ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റീം ടർബൈൻ റൺ ചെയ്യിക്കാം. സ്റ്റീം ടർബൈൻ റൺ ചെയ്യിച്ചിട്ട് ആ സ്റ്റീം ടർബൈനിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. അതാണ് ഒരു സോളാർ തെർമൽ ഇലക്ട്രിക് സിസ്റ്റത്തിനെ കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫോർ എഫിഷ്യൻറ്റ് കൺവേർഷൻ ഓഫ് ഹീറ്റ് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി, വർക്കിംഗ് ഫ്ലൂയിഡ് ഷുഡ് ബി സപ്ലൈഡ് ടു ടർബൈൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഒരു ഏത് വർക്കിംഗ് ഫ്ലൂയിഡ് ആണോ അത് ടർബൈനിലേക്ക് സപ്ലൈ ചെയ്യണം, അത് ഹൈ ടെമ്പറേച്ചറിൽ ആവണം. സോ ഫോർ ദാറ്റ് സോളാർ എനർജി റിക്വയർസ് ദി യൂസ് ഓഫ് ഫോക്കസിങ് കളക്ടേഴ്സ്. These collectors concentrate direct radiation but not diffuse radiation. They may be effective where ample sunshine is there. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സ് ഉപയോഗിക്കുമ്പം ഒരിക്കലും ഡിഫ്യൂസ്ഡ് റേഡിയേഷൻസ് ഉപയോഗിക്കാൻ പാടില്ല. ഡിഫ്യൂസ് റേഡിയേഷൻസ് അല്ല അത് യൂസ് ചെയ്യുക, അത് ഡയറക്റ്റ് റേഡിയേഷൻസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുക അല്ലേ. നിങ്ങൾ നോർമലി നിങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടാകുമ്പോഴാണ് ഉച്ചവരെ ഒരു വെയിൽ, അതായത് ഒരു 12 മണി തൊട്ട് 2 മണിക്കൊക്കെ വെയിലത്ത് നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഹീറ്റ് ആവുക അല്ലേ. വൈകുന്നേരമൊക്കെ ഫുട്ബോൾ കളിക്കാൻ പോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. സോ അത് കാരണം എന്താ, അതായത് ഏറ്റവും കൂടുതൽ റേഡിയേഷൻസ് വരുന്നത് ഉച്ച സമയത്താണ്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഡയറക്റ്റ് റേഡിയേഷൻസ് ആണ്. വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പം ക്ലൗഡി ആയിരിക്കും അറ്റ്മോസ്ഫിയർ, ആ ക്ലൗഡി അറ്റ്മോസ്ഫിയറിൽ സൺ റേസ് സ്കാറ്റേഡ് ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡിഫ്യൂസ് റേഡിയേഷൻസ് ആയിരിക്കും. അതായത് ക്ലൗഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഡിഫ്യൂസ് റേഡിയേഷൻസും അത് പിന്നെ എന്താ പറയുക, ഒരു ഓപ്പൺ സ്കൈ, ഒരു ക്ലിയർ സ്കൈ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന റേഡിയേഷൻസ് എന്തായിട്ട് പറയുക, ഡയറക്റ്റ് റേഡിയേഷൻസ് ആയിട്ട് ഉണ്ടാവും. സോ അങ്ങനെ എന്താ ഡയറക്റ്റ് റേഡിയേഷൻസ് എവിടെയാണോ കിട്ടുന്നത് ആ ഡയറക്റ്റ് റേഡിയേഷൻസിനെ ബീം റേഡിയേഷൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആ ബീം റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ട് മാത്രമേ എന്താ പറയാൻ പറ്റൂ, എന്ത് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ഒരു ഹൈ ടെമ്പറേച്ചർ സിസ്റ്റത്തിന്. അല്ലാതെ ഏത് സിസ്റ്റത്തിനാണെങ്കിലും, ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും ലോ ടെമ്പറേച്ചർ ആണെങ്കിലും മീഡിയം ടെമ്പറേച്ചർ ആണെങ്കിലും, അത് സോളാർ തെർമൽ ഇലക്ട്രിക് സിസ്റ്റത്തിന് വർക്ക് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് റേഡിയേഷൻ കൊണ്ട് മാത്രമേ സാധിക്കൂ, ഡിഫ്യൂസ് റേഡിയേഷൻ കൊണ്ട് സാധിക്കത്തില്ല. So 2B is basic arrangement for converting solar radiation into electric energy, that is central receiving collector and distributed collector system. So രണ്ട് രീതിയാണ്. അപ്പോൾ ഒന്ന് സെൻട്രൽ റിസീവർ കളക്ടർ പറഞ്ഞിട്ടൊന്നുണ്ട്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് കളക്ടർ സിസ്റ്റം, അത് സോളാർ ഫാമാണ്. അത് രണ്ടും കൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാം. സോ ഇവിടെ നോക്കാം, ഇതാണ് സെൻട്രൽ റിസീവർ കളക്ടർ. സോ ഞാൻ പറഞ്ഞുകൂടാ, മെയിനായിട്ട് നമ്മൾ ഈ ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കുന്നത് അമോണിയ ഡിസോസിയേഷൻ ആണ്. എന്താണ് ഈ അമോണിയ ഡിസോസിയേഷൻ, എന്താ ഈ അമോണിയ ഉപയോഗിക്കുക? കാരണം അമോണിയ ഈസ് ഹാവിങ് ലോ boiling point. So you can see that the boiling point of ammonia, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക, -33.34 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. സോ അത്രയും ചെറിയ ഒരു ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ -33 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തന്നെ എന്ത് ചെയ്തു, ആ ടെമ്പറേച്ചർ ബോയിലാവും, ആ ഒരു പർട്ടിക്കുലർ ലിക്വിഡ് ബോയിലാവും. അതുകൊണ്ടാണ് ഈ ഒരു അമോണിയ കൂടുതലായിട്ട് എടുക്കാൻ കാരണം. ഓക്കെ, സോ അത്രയും ചെറിയ ടെമ്പറേച്ചർ മതി. That much of low temperature is needed to boil the ammonia. So when the liquid ammonia
will flow to this one and it will get into gaseous state and it will absorb. So the heliostats will focus the solar radiation to this receiver, and here the heat is being absorbed and it's converted into gaseous ammonia, N2H2. So then NH3 NH3 ൻ്റെ gaseous ഫോമിലേക്ക് മാറി. സോ ഇവിടെ ഈ NH3 gaseous ഫോമിൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്തു, ഇത് ഭയങ്കര ഹീറ്റ് ഉണ്ടാവും, കുറേ ഹീറ്റ് ഉണ്ടാവും. ഇത് എൻഡോതെർമിക് വെച്ചാൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന, എക്സോതെർമിക് വെച്ചാൽ ഹീറ്റ് എന്താ പറയുക, ഹീറ്റ് ഒന്ന് അബ്സോർബ് ചെയ്തിട്ട്, എൻഡോതെർമിക് മീൻസ് ഹീറ്റ് അബ്സോർബ്, എക്സോതെർമിക് മീൻസ് ഹീറ്റ് എക്സിറ്റ് ചെയ്യുന്ന, ഹീറ്റ് എന്ത് ചെയ്തു, ഹീറ്റ് ഡെലിവർ ചെയ്യുന്നു ആണ് എക്സോതെർമിക്. സോ എക്സോതെർമിക് റിയാക്ഷനിൽ എന്ത് ചെയ്തു, ഈ അമോണിയത്തിന് ഉള്ളിൽ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ടാവും, ഒരു കോൾഡ് വാട്ടർ സപ്ലൈ ചെയ്യും. ഇത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ടാവും. ആ കോൾഡ് വാട്ടർ ഈ അമോണിയൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് സ്റ്റീമായിട്ട് മാറും. സ്റ്റീമായിട്ട് മാറിയിട്ട് ഇവിടെ ഒരു സ്റ്റീം ടർബൈൻ റൺ ചെയ്യും. സ്റ്റീം ടർബൈൻ റൺ ചെയ്തിട്ട് ഇതൊരു ആൾട്ടർനേറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഒരു സെൻട്രൽ റിസീവർ, അവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഹീറ്റ് എക്സ്ചേഞ്ചറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലിക്വിഡ് വാട്ടറിനെ നമുക്ക് ഒരു സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഫൈൻ. The incoming solar radiation focused to a central receiver mounted on a tall tower using thousands of plane reflectors which are steerable about 2 axes called heliostats. So ഇതിനാണ് heliostats എന്ന് പറയാം. സോ ഹീലോസ്റ്റാറ്റിക് ഫീൽഡ്. സോ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. സോ സോളാർ റേഡിയേഷൻസ് വരും. സോളാർ റേഡിയേഷൻ വന്ന് ആ ഒരു താഴെ ഒരു കാണില്ലേ, ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട പോലെ. സോ അവിടുന്ന് ഡയറക്റ്റ് റിഫ്ലക്റ്റ് ആയിട്ട് ഡയറക്റ്റായിട്ട് റിസീവറിലേക്ക് ഫ്ലോ. സോ ദ സ്കീമാറ്റിക് വ്യൂ ഓഫ് ഇലക്ട്രിക് പവർ പ്ലാന്റ് യൂസിങ് ഗ്യാസ് ടർബൈൻ വർക്കിംഗ് ഓൺ എ ബ്രൈറ്റോൺ സൈക്കിൾ. സോ ഇത് നോക്കാം. സൺറൈസ് വന്നു, ഇത് ഹീലോസ്റ്റാറ്റ്സ് ഇൻസുലേറ്റ് ചെയ്തു, ഇതിൽ പോയി. പിന്നെ ഇവിടെ ഇൻസുലേഷൻ്റെ ബ്ലാക്ക് ബോഡി ഉണ്ട്. പിന്നെ ഇവിടെ എന്ത് ചെയ്തു, റെക്യുപ്പേറ്റേഴ്സ് മീൻസ് വിച്ച് യൂസസ് ദി റെക്യുപ്പേറ്റേഴ്സ് പറഞ്ഞാൽ എന്താ വെച്ചാൽ, റെക്യുപ്പേറ്റേഴ്സ് വെച്ചാൽ വേസ്റ്റ് ഹീറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് റെക്യുപ്പേറ്റേഴ്സ്. അതായത് ഇങ്ങനെ ഒരു കൺവെർഷൻ ചെയ്യുമ്പോൾ ഒരു ഹീറ്റ് എന്തെങ്കിലും വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ ഹീറ്റ് വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് റെക്യുപ്പേറ്റേഴ്സ്. So next we come to the compressor, then to the alternator, then to the electric power output. ഇത്രയേ ഉള്ളൂ. അത് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് സ്റ്റീം ഇതിൽ ലിക്വിഡ് അമോണിയ ഇവിടെ സപ്ലൈ ചെയ്യും. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ഗ്യാഷ്യസ് അമോണിയ ആയിരിക്കും. ആ ഗ്യാഷ്യസ് അമോണിയന്ന് ഡയറക്റ്റായിട്ട് ആ ഹീറ്റ് സിങ്കിലേക്ക് ഫ്ലോ ചെയ്യും. പിന്നെ ഈ ഫ്ലോ ചെയ്യുന്ന സമയത്ത് പിന്നെ ഹീറ്റ് സിങ്കിന് ഡയറക്റ്റ് കംപ്രസ് ചെയ്തിട്ട് ഒരു ടർബൈനിലേക്ക് കൊടുക്കും. ടർബൈന് അത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് അത് ആൾട്ടർനേറ്റർ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഈ സമയത്ത് ഈ ട്യൂബിലേക്ക് കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ ഹീറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇതിൻ്റെ ഔട്ട്പുട്ട്, കംപ്രസറിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ കാണുന്നില്ലേ പുറത്തുനിന്ന്, അതിനെ ഒരിക്കൽ കൂടെ ഹീറ്റ് ചെയ്യിക്കും. അത്രയേ ഉള്ളൂ. Mirrors are installed on the ground, are oriented so as to direct the beam radiation into the receiver, which is mounted on the top of the tower. The tower heights range from approximately 300 to 650 feet. Beam radiation incident on the boiler absorbed by black pipes in which working fluid circulates and is heated. The working fluid drives the turbine to produce mechanical energy. Here the heat storage is provided to supply heat energy during the period of cloudiness. വേണമെങ്കിൽ ഹീറ്റ് സ്റ്റോറേജ് വേണമെങ്കിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം എന്നാൽ പറയും. So description of the system. So tower with central receiver on the top, heat conversion subsystem, heat storage system, storage devices, field of oriented mirrors. So ഇവിടെ നോക്കാം.
സോ ഇവിടെ രണ്ട് രീതിയിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഹീറ്റ് സ്റ്റോറേജ് ഡിവൈസ് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഇവിടെ നോക്കാം. സോ ഇവിടെ നിങ്ങൾക്കൊരു കളക്ടർ ഹീലോസ്റ്റാറ്റ്സ് ഉണ്ടാവും. ഹീലോസ്റ്റാറ്റ്സിൻ്റെ ഡയറക്റ്റായിട്ട് സെൻട്രൽ റിസീവറിലേക്ക് പോയി. സോ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മോട്ടറും സാൾട്ടായിട്ട് എടുക്കാം. സോ ഇത് നോക്കിയാൽ മതി. കോൾഡ് തെർമൽ സ്റ്റോറേജ് സിസ്റ്റം, അത് കോൾഡ് സാൾട്ടാണ്, കോൾഡ് ലിക്വിഡാണ്. ഇതിവിടെ മുകളിൽ പോയി ഈ ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്ത് പിന്നെ ഇത് ഹോട്ടായിട്ട് നോക്കിയാൽ മതി. 1015 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിട്ട് മാറി. ഇത് 550 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരുന്നു. സോ 500 ഡിഗ്രി ഫാരൻഹീറ്റ് ഇൻക്രീസ് ചെയ്തു. സോ അത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, തെർമൽ സ്റ്റോറേജ് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് മോൾട്ടൺ സാൾട്ട് ലൂപ്പ് ത്രൂ എന്ത് ചെയ്യുക, ഇത് സൂപ്പർ ഹീറ്ററിലേക്കും റീഹീറ്ററിലേക്കും സ്റ്റീം ജനറേറ്റർ സിസ്റ്റത്തിലേക്കും സപ്ലൈ ചെയ്തിട്ട് ഇതിവിടെ നോക്കുക. ഇതിവിടെ കോൾഡ് വാട്ടറാണ്. കോൾഡ് വാട്ടർ വന്നിട്ട് അത് ഹീറ്റായിട്ട് അത് സ്റ്റീമായി അത് കൺവേർട്ടാവും. സ്റ്റീമായിട്ട് കൺവേർട്ടായിട്ട് ഈ ഒരു മോൾട്ടൺ സാൾട്ടിനെ ഈ ഒരു ഇത് ഹോട്ട് സാൾട്ടിൻ്റെ ഹീറ്റ് മുഴുവനും ഇത് അബ്സോർബ് ചെയ്യും. സോ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, സാൾട്ട് ക്യാൻ റീറ്റെയിൻ ഹീറ്റ് ഫോർ എ ലോങ് ഡ്യൂറേഷൻ. സോ ലൈക്ക് ദിസ് ഓൾസോ സാൾട്ട് സോളാർ റിയാക്ടർ ഉപയോഗിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, കുറേ നേരത്തേക്ക് ഹീറ്റ് തെർമൽ സ്റ്റോറേജ് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. സോ ഇവിടെ ലിക്വിഡ് വരും, സ്റ്റീം ജനറേഷൻ സിസ്റ്റം വരും, ഫീഡ് വാട്ടർ പ്രീ ഹീറ്റർ എന്ന് വെച്ചാൽ ഈ ഏത് വാട്ടറിനാണ് ഫീഡ് ചെയ്യുന്നത് അതിനെ പ്രീ ഹീറ്റ് ചെയ്യും. അതായത് കുറച്ചും കൂടെ ഈ ഒരു ഹീറ്റ് ഉപയോഗിച്ചിട്ട് ഇത് പിന്നെയും പ്രീ ഹീറ്റ് ചെയ്യും. പിന്നെ പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ കുറച്ചും കൂടി ഇൻക്രീസ് ആവും. പിന്നെ സ്റ്റീം ജനറേറ്റർ ഇമ്പോപ്പറേറ്ററിലേക്ക് കൊടുക്കും. ഇമ്പോപ്പറേറ്റർ കൊണ്ട് ഹീറ്റ് ചെയ്തിട്ട് ആ ഒരു ലിക്വിഡിനെ സ്റ്റീമാക്കി ഇത് ഇമ്പോപ്പറേറ്റ് ചെയ്യും. ആ ഇമ്പോപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ സൂപ്പർ ഹീറ്ററും റീഹീറ്ററും കൊടുക്കുമ്പോഴാണ് ആ ഇമ്പോപ്പറേറ്റഡ് വാട്ടർ മാത്രമല്ല അത് സ്റ്റീമായിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നത്. ആ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് അത് ഡയറക്റ്റായിട്ട് ടർബൈനിലേക്ക് കൊടുക്കുക. സോ ഹിയർ വി ആർ ഗിവിങ് ഇറ്റ് ടു ദി ലോ പ്രഷർ turbine, then to the high pressure turbine and to the generator. So after that the unused steam is being extracted here to reheat. അതായത് ഇവിടെ നിങ്ങൾ കൊടുക്കുന്നില്ലേ ഒരു സ്റ്റീം കൊടുക്കുന്നില്ലേ, ഫസ്റ്റ് ഇതുപോലെ ഹൈ പ്രഷർ സ്റ്റീമിലേക്ക് കൊടുക്കുന്നില്ല. ഈ വെള്ളം വന്നിട്ട് ഡയറക്റ്റ് ഒരു ഹീറ്റായി പിന്നെ ഈ വെള്ളം ഇത് ഉപയോഗിച്ചിട്ട് ഹീറ്റായത് ഡയറക്റ്റായിട്ട് ഹൈ പ്രഷർ ടർബൈനിലേക്ക് പോയി. സോ ഈ ഒരു ഹൈ പ്രഷർ ടർബൈനിൽ പോയപ്പോൾ എന്ത് ചെയ്തു, അത് ഹീറ്റായി, വളരെ ഹീറ്റ് ഉണ്ടാവും. സേ ഒരു 7000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു ടർബൈനിനെ റൊട്ടേറ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 5000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയി. സോ ഈ 5000 ഡിഗ്രി സെൻറ്റിഗ്രേഡിലായിട്ടുള്ള ആ ഒരു സ്റ്റീം ഡയറക്റ്റായിട്ട് എന്ത് പറയും, റീഹീറ്ററിലേക്ക് വരും. പിന്നെ റീഹീറ്ററിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു, അതിനെ ഒരിക്കൽ കൂടി, അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലില്ല ഈ വാട്ടറിനെ ഒരിക്കൽ കൂടെ അതെന്ത് ചെയ്തു, ആ ഒരിക്കൽ കൂടെ അത് ഹീറ്റ് ചെയ്യിക്കും. ആ ഒരിക്കൽ കൂടെ അത് ഹീറ്റ് ചെയ്യാൻ അത് ഉപയോഗിക്കാം. പിന്നെ ആ വാട്ടറിനെ ആ സ്റ്റീമിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, ഒരിക്കൽ കൂടെ ഇതിലേക്കും കൊടുക്കാം. അതായത് ഒരു ലോ പ്രഷർ ടർബൈന് കൊടുക്കുക. ആ ലോ പ്രഷർ ടർബൈനെ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യിക്കാം. അപ്പോൾ ഈ ലോ പ്രഷർ ടർബൈനും റൊട്ടേറ്റ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, ഹൈ പ്രഷർ ടർബൈനും റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ രണ്ട് ടർബൈനും നമുക്ക് എന്ത് ചെയ്യാം, പാരലായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് മാക്സിമം ജനറേഷൻ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് ഈ കണ്ടൻസറിലേക്ക് കൊടുക്കുക. ഇതിൻ്റെ ഔട്ട്പുട്ട് സ്റ്റീം ടർബൈൻ ജനറേറ്ററിൻ്റെ ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടൻസറിലേക്ക് കൊടുത്തിട്ട് കണ്ടൻസ് ചെയ്തിട്ട് അത് ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. പറഞ്ഞ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ആദ്യം നിങ്ങൾ വാട്ടർ എടുക്കും, വാട്ടർ ഡയറക്റ്റായിട്ട് ഒരു സ്റ്റീം ജനറേറ്റർ ഇവോപ്പറേറ്ററിലേക്ക് കൊടുക്കും. പിന്നെ അത് സൂപ്പർ ഹീറ്റ് ചെയ്യും. സൂപ്പർ ഹീറ്റർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഹീറ്റിങ് സർക്കുലേറ്റ് ചെയ്യുന്നതാണ് സൂപ്പർ ഹീറ്റർ. സോ സൂപ്പർ ഹീറ്റ് ചെയ്യും. സൂപ്പർ ഹീറ്റ് ചെയ്തിട്ട് അത് ഡയറക്റ്റ് സ്റ്റീമായിട്ട്, അത് ഹൈ പ്രഷർ സ്റ്റീമായിട്ട് ഹൈ പ്രഷർ ടർബൈൻ റൺ ചെയ്യും. ഹൈ പ്രഷർ ടർബൈൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു സ്റ്റീം വരും. ആ സ്റ്റീമിനെ ഈ ഒരു ഹീറ്റ് ഉപയോഗിച്ചിട്ട് പിന്നെയും നമ്മൾ ഹീറ്റ് ചെയ്യും.
അതായത് റീഹീറ്റർ ഉപയോഗിച്ചിട്ട് പിന്നെയും ഹീറ്റ് ചെയ്ത ശേഷം നമുക്ക് ലോ പ്രഷർ സ്റ്റീമായിട്ട് കിട്ടും. ആ ലോ പ്രഷർ സ്റ്റീം എന്ത് ചെയ്യാൻ പറ്റും, ലോ പ്രഷർ ടർബൈൻ റൺ ചെയ്യിക്കാം. ആ ലോ പ്രഷർ ടർബൈൻ റൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നിങ്ങൾ എന്ത് ചെയ്തു, കണ്ടൻസറിലേക്ക് സപ്ലൈ ചെയ്യുക. കണ്ടൻസറിലേക്ക് സപ്ലൈ ചെയ്താൽ അത് വാട്ടറായിട്ട് മാറും, അത് ലിക്വിഡായിട്ട് മാറും. ലിക്വിഡ് ഡയറക്റ്റ് അതെടുത്ത് നമുക്കിവിടെ സ്റ്റോർ ചെയ്യാം, ഇല്ലെങ്കിൽ അത് പിന്നെയും ഫീഡ് വാട്ടറിലോ അത് പ്രീ ഹീറ്ററിലോ ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഓപ്പറേഷൻ. സോ ഇതിൻ്റെ മെയിനായിട്ടെന്ന് വെച്ചാൽ സെൻട്രൽ ടവർ വിത്ത് സെൻട്രൽ റിസീവർ ഓൺ ടോപ്പ്, ഹീറ്റ് കൺവേർഷൻ സബ് സിസ്റ്റം, ഹീറ്റ് സ്റ്റോറേജ് സിസ്റ്റം, ഫീൽഡ് ഓഫ് ഓറിയൻറ്റഡ് മിറേഴ്സ്. The field of oriented mirror, central tower system, heat storage system, പിന്നെന്താ പറയുക, ഹീറ്റ് കൺവേർഷൻ സിസ്റ്റം. ഹീറ്റ് കൺവേർഷൻ സിസ്റ്റം വെച്ചാൽ ഇതന്നെ റീഹീറ്റർ, സൂപ്പർ ഹീറ്റർ, പ്രീ ഹീറ്റർ ഒക്കെ. പിന്നെ ഫീൽഡ് ഓറിയൻറ്റഡ് മിറേഴ്സ്. സോ ഇത്രയാണ്. പിന്നെ നെക്സ്റ്റ് വി സി അബൌട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് collector system, that is solar farms. It has been proposed using parabolic through concentrators to focus sunlight onto a central pipe surrounded by a evacuated quartz envelope. അതായത് ഒരു പാരബോളിക് ത്രൂ കോൺസെൻട്രേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു സെൻട്രൽ പൈപ്പിൽ നിന്ന് അത് കോൺസെൻട്രേറ്റ് ചെയ്യിക്കാം. അത് പാരബോളിക് ത്രൂ എന്ന് വെച്ചാൽ എന്താ പാരബോളിക് ത്രൂ പറഞ്ഞാൽ ഇതേപോലത്തെ പാരബോളിക് ത്രൂ കലക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു അബ്സോർബറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ അതിനെ നമ്മൾ എന്താ പറയുക, സോളാർ ഫാർം എന്ന് പറയും. സോളാർ ഫാർം വെച്ചാൽ ഇത് പാരബോളിക് ത്രൂ കോൺസെൻട്രേറ്റേഴ്സിനെ ഒരുപാട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് പാരബോളിക് ത്രൂ കോൺസെൻട്രേറ്റർ കളക്ട് ചെയ്തിട്ട് സൈഡ് ബൈ സൈഡായിട്ട് കളക്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് നമുക്ക് സ്റ്റീം ജനറേറ്റ് ചെയ്യും. സോ അതാണ് ഇവിടെ എന്താ പറയുക, ഇതിൽ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കളക്ടേഴ്സ് സോളാർ ഫാമിൽ ഉപയോഗിക്കുന്നത്. അതായത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പാരബോളിക് ത്രൂ കോൺസെൻട്രേറ്റേഴ്സ് ആണ്. സോ ഹീറ്റ് കളക്റ്റഡ് ബൈ ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ ദി പൈപ്പ് could be stored at a temperature above 500 degrees Celsius and used as required to produce steam for electric power generation. Distributed collectors, that is small capacity, 2 megawatt or less. And another application of these systems includes total energy, that is cogeneration system based on sequential use or solar energy used at two different levels. First, a working fluid at high temperature can be used to drive a turbine and generate electricity in usual manner. Then heat discharged in the condenser can be used for space heating. അതായത് ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഫാം, അതായത് ഒരു സോളാർ കോൺസെൻട്രേറ്റർ ഉപയോഗിച്ചിട്ട് പാരാബോളിക് ത്രൂ കോൺസെൻട്രേറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ശേഷം ആ ഹീറ്റിന് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി കിട്ടുന്ന, അതായത് അത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ഹീറ്റ് ഉണ്ടല്ലോ, കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ഔട്ട്പുട്ട് മീൻസ് ഒരു സ്റ്റീം ഉണ്ടല്ലോ, ഇലക്ട്രിസിറ്റി ജനറേറ്റ് കഴിഞ്ഞ് ടർബൈനിലേക്ക് ഫ്ലോ ചെയ്ത് ടർബൈനിന് പുറത്തേക്ക് വന്ന സ്റ്റീം ഉണ്ടല്ലോ, ആ സ്റ്റീമിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പേസ് ഹീറ്റിംഗ്, അതായത് നിങ്ങൾ ഒരു കോൾഡ് കൺട്രീസ് ലൈക്ക് കാനഡയിലാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ ബെനിഫിറ്റ് ആവും. എന്നുവെച്ചാൽ സ്പേസ് ഹീറ്റിംഗ് വെച്ചാൽ റൂമിൻ്റെ ഉള്ളിൽ ഒരു ഹീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ അത് ഉപയോഗിക്കാം. സെയിം തിങ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ പാരാബോളിക് ത്രൂ കോൺസെൻട്രേറ്റേഴ്സ്, പാരാബോളിക് ത്രൂ കലക്ടേഴ്സ്, അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇത് ഹീറോസ്റ്റാറ്റ്സ് ആണ്, ഇത് സെൻട്രൽ ടവർ സിസ്റ്റം ആണ്. ഓക്കെ. Alternatively, here the turbine discharge may be used to provide process steam for industries. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ടർബൈനിൻ്റെ ഡിസ്ചാർജ് വേണമെങ്കിൽ ഒരു ഹീറ്റ് എനർജി, ടർബൈനിന് പുറത്തേക്ക് വന്ന ഹീറ്റ് എനർജി നമുക്ക് വേണമെങ്കിൽ ആ ഇൻഡസ്ട്രീസിൽ ആ ഒരു ഹീറ്റഡ് വാട്ടർ, ഇപ്പോൾ ടർബൈനിൽ നിന്ന് വരുന്ന ലോ പ്രഷർ സ്റ്റീമിനെ വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് വേറെ അപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാം. The second one is the irrigation water pumping. The irrigation pumps of relatively low power can be driven directly by vapor turbine using solar energy. ഒരു വേപ്പർ ടർബൈൻ ഉപയോഗിച്ചിട്ട്
അതിനെ ഇറിഗേഷൻ പമ്പിനെ ഡ്രൈവ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളോട്, എന്താ പറഞ്ഞത് നേരത്തെ നിങ്ങൾ ഹൈ പ്രഷർ സ്റ്റീം നമ്മൾ എന്ത് ചെയ്തു, ആ ഹൈ പ്രഷർ സ്റ്റീം ഉപയോഗിച്ചിട്ട് ഹൈ പ്രഷർ ടർബൈന് നമുക്ക് എന്ത് ചെയ്തു, റൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വന്ന ഒരു സ്റ്റീം, അതായത് നീല കളറില്ലേ, അത് നമ്മൾ എന്ത് ചെയ്തു, അത് നമ്മൾ പിന്നെയും റീഹീറ്റ് ചെയ്തിട്ട് ലോ പ്രഷർ സ്റ്റീമിലേക്ക് കൊടുത്തിട്ടില്ലേ. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഈ ടർബൈനിൽ ഡിസ്ചാർജ് ചെയ്ത് കിട്ടുന്ന സ്റ്റീമിനെ വേണമെങ്കിൽ ഒരു എന്ത് റൺ ചെയ്യാൻ ഉപയോഗിക്കാം, ഒരു സോളാർ പമ്പ് റൺ ചെയ്യാൻ ഉപയോഗിക്കാം. ആ സോളാർ പമ്പ് വേണമെങ്കിൽ ഒരു സോളാർ പമ്പ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി irrigation pumps. Low power can be driven directly by a vapor turbine using solar energy. ഒരു വേപ്പർ ടർബൈൻ വെച്ചാൽ അത് സ്റ്റീം ആയിരിക്കില്ല. ഞാൻ പറഞ്ഞു വേപ്പറിനെ കുറച്ചും കൂടെ ഹീറ്റ് ചെയ്യണം. നിങ്ങൾ വീട്ടിൽ കിട്ടുന്ന ആ ഒരു ആവി ഉണ്ടല്ലോ, നിങ്ങൾ എടുക്കുന്ന ജലദോഷം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ആവി ഉണ്ടല്ലോ, അത് സ്റ്റീമല്ല, അത് വേപ്പർ മാത്രമേ ഉള്ളൂ, അത് വേപ്പറാണ്. ആ വേപ്പറ് കുറച്ചും കൂടെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റീമാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സ്റ്റീം ആയി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു അതാണ് സ്റ്റീമായിട്ട് വരിക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സ്റ്റീം ആയ ശേഷം ഒരു സ്റ്റീം ടർബൈൻ റൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഡിസ്ചാർജ് ചെയ്ത് കിട്ടുന്ന ഇത് എന്തായിരിക്കും, വേപ്പറായിരിക്കും അല്ലേ. ആ വേപ്പറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേപ്പർ പമ്പ് റൺ ചെയ്യാൻ ഉപയോഗിക്കാം. ഓക്കെ. For deep well irrigation project, solar energy is used to heat hydrocarbon oils about 290 degrees centigrade by passage of array of parabolic through type concentrating collectors. So ഒരു parabolic through concentrating collectors ഉപയോഗിച്ചിട്ട് ഒരു ഹൈഡ്രോകാർബൺ ഓയിലിനെ 290 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ വേണമെങ്കിൽ ഹീറ്റ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് ഇലക്ട്രിസിറ്റി ജനറേഷൻ ചെയ്യാൻ ഉപയോഗിക്കാം. This hydrocarbon oil boiled to provide vapor for turbine generator combinations. The electric power generator is of order 150 kilowatt. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഹൈഡ്രോകാർബൺ ഓയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്താൽ 290 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വെച്ച് ഒരു ഹൈഡ്രോകാർബൺ ഓയിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു വേപ്പർ കിട്ടും. ആ വേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വേപ്പറിനെ കുറച്ചും കൂടി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടർബൈനെ റൺ ചെയ്യാൻ പറ്റും. ആ റൺ ചെയ്ത ശേഷം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി 150 കിലോവാട്ട്. അപ്പം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഡ്രൈവ്സ് ദി ഇലക്ട്രിക് മോട്ടോർസ് ടു ഓപ്പറേറ്റ് ഡീപ്പ് വെൽ പമ്പ്സ്. അതായത് ഒരു ഹൈഡ്രോകാർബൺ ഓയിലിന് 290 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, ഒരു വാട്ടർ നമുക്ക് വേപ്പറാക്കാൻ എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണം, ഒരു 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉണ്ടെങ്കിൽ മതി അല്ലേ. അതേപോലെ ഒരു ഹൈഡ്രോകാർബൺ ഓയിലിനെ നമുക്ക് വേപ്പറാക്കിയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ വേണ്ടേ, ടെമ്പറേച്ചർ വേണ്ടേ. ആ ഒരു ടെമ്പറേച്ചറാണ് 290 ഡിഗ്രി സെൻറ്റിഗ്രേഡ് പറയുന്നത്. ആ 290 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ആയ ശേഷം നമുക്കെന്ത് കിട്ടും, ഒരു വേപ്പർ കിട്ടും, ഹൈഡ്രോകാർബൺ വേപ്പർ കിട്ടും, ഓയിലിൻ്റെ വേപ്പർ കിട്ടും. ആ ഓയിലിൻ്റെ വേപ്പർ ഫോർ ടർബൈൻ ജനറേഷൻ. ആ ഒരു hydrocarbon oil boiled to provide vapor for turbine generator combination. The electric power generated is of the order of 150 kilowatt, drives the electric motor to operate deep well pumps. So ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ടർബൈനിന് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഒരു സ്റ്റീം ഇതാണ് വേപ്പർ എന്ന്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ പാരാബോളിക് കോൺസെൻട്രേറ്റിംഗ് കളക്ടറിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ഹൈഡ്രോകാർബൺ ഓയിൽ സപ്ലൈ ചെയ്തപ്പം ഈ ഒരു ഹൈഡ്രോകാർബൺ ഓയിൽ സണ്ണിൻ്റെ എനർജി, അതായത് ഈ ഒരു ഹൈഡ്രോകാർബൺ ഓയിൽ ഹീറ്റ് ചെയ്തു. ഈ ഒരു ഹൈഡ്രോകാർബൺ ഓയിൽ ഹീറ്റ് ചെയ്തിട്ട് അത് വേപ്പറായ ശേഷം ആ ഒരു വേപ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സോളാർ പമ്പ് വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. Pumped water is used as coolant in turbine condenser and temperature is more likely a conventional power plant. So ഈ പമ്പ് ചെയ്ത് കിട്ടുന്ന വാട്ടർ വേണമെങ്കിൽ കണ്ടൻസറിൽ ഒരു കൂളൻ്റായിട്ട് ഉപയോഗിക്കാം. ഓക്കെ. സോ ഇന്ത്യയിൽ ഈ ഒരു സ്ഥലത്തൊക്കെയാണ് കൂടുതലായിട്ടും സോളാർ തെർമൽ ഇലക്ട്രിക് സിസ്റ്റം
ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ജൊബേറ, ഹാൽഡിയ, കലിംനഗർ, ജംഷേദ്പൂർ, മുന്ദ്ര ആൻഡ് ട്രോംബെ മുംബൈ. ഇത്രയും സ്ഥലത്താണ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ സോളാർ ഫോട്ടോ വോൾട്ടൈക്കാണ്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.